നമ്മൾ ഇന്നൊരു കല്യാണം കൂടാൻ പോവുകയാണ്. അതും ആറ്റുകാൽ ക്ഷേത്രത്തിൽ. ഏതാണ്ട് രാവിലെ 8 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ടും കല്യാണ വീട്ടിൽ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് അവസാനം ബൈക്കിലാണ് വരാൻ പറ്റിയത്. താലികെട്ട് ക്ഷേത്രത്തിൽ വെച്ചിട്ടും ബാക്കി ചടങ്ങല്ല അതിനടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചുമായിരുന്നു. പിന്നെ പാപ്പിടും പ്രേച്ചേട്ടനും വേടൻ എഫക്റ്റ് ആയിരുന്നു. അവർ രണ്ടുപേരും ബ്ലാക്ക് ഡ്രസ്സും. പിന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിലെ കല്യാണങ്ങളെ കുറിച്ച് അറിയാലോ. അവിടെ ഒരു ദിവസം 3, 4 അതിൽ കൂടുതലും കല്യാണങ്ങൾ കാണും. ഇതാണ് നമ്മുടെ ബ്രൈഡും ഗ്രൂമും. എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി നേരെ കല്യാണ മണ്ഡപത്തിലേക്ക്. ഒരുപാട് കണ്ണുകൾ ഇവരെ രണ്ടുപേരെയും മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു നിമിഷം. രണ്ട് സാഹചര്യത്തിൽ വളർന്ന രണ്ടുപേര് ഇനി അങ്ങോട്ട് ഒരുമിച്ച് പരസ്പരം മനസ്സിലാക്കി സ്നേഹത്തോടെയും സന്തോഷത്തോടെയുള്ള ഭാവി ജീവിതം. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ എ ഹാപ്പി മാരീഡ് ലൈഫ്. നമുക്കൊരു വാക്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ, അവരാണ് അവരുടെ ജീവിതം ജീവിക്കേണ്ടത്. അങ്ങനെ താലികെട്ട് കഴിഞ്ഞ് ഇനി നേരെ ഓഡിറ്റോറിയത്തിൽ. ബാക്കി ചടങ്ങല്ല അവിടെയാണ്. ഇപ്പൊ പാപ്പിടുവിന് ഭയങ്കര വില്ലത്തരമാണ്. സുജിയാനിനെ അവൻ കടിച്ച് പറിച്ച് അടിച്ച കാര്യം പ്രേച്ചേട്ടന്റെ അടുത്ത് പറയുന്നതാണിത്. ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ സ്റ്റേജ് വരുന്നത്. സിമ്പിൾ ആൻഡ് എലഗന്റ്. അവിടെ ഉണ്ടായിരുന്ന കുറെ അധികം ചടങ്ങുകൾ. പിന്നെ അവിടുത്തെ ചടങ്ങുകളും കുറെ അധികം ഫോട്ടോ സെഷൻസും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ചെന്നു. ഹിന്ദു വെഡിങ്സിന്റെ സദ്യയെ കുറിച്ച് പറയണ്ടല്ലോ. തൂഷൻ ഇലയിൽ കുറെ അധികം കൂട്ടുകാരികളൊക്കെ വിളമ്പിയുള്ള ഒരു കിടിലനൂണ്. ബൈക്കിൽ വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ. ഇനിയുള്ളത് വൈകിട്ടത്തെ വെഡിങ് റിസപ്ഷൻ ആണ്. റിസപ്ഷൻ വരുന്നത് നമ്മുടെ വീടിന് അടുത്തുള്ള ഒരു ഹോളിൽ വെച്ചായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ശരിക്കും കല്യാണത്തിന് കുറെ ഫോട്ടോ സെഷൻസും ഫുഡിങ്ങും ആണല്ലോ. അവിടെയാണെങ്കിലോ സീറ്റ് കിട്ടാൻ വേണ്ടി നല്ല പാടായിരുന്നു. അതുപോലെ ആള്. ആൻഡ് അറ്റ് ലാസ്റ്റ് എങ്ങനെയൊക്കെയോ നമ്മൾ എവിടെയൊക്കെയോ ഇരുന്നു. അങ്ങനെ ഫുഡും കഴിഞ്ഞ് ഫ്രണ്ട് കൗണ്ടറിൽ നിന്ന് പോപ്കോണും ഐസ്ക്രീമും ചായയും എല്ലാം കഴിച്ച് നമ്മളിനി വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അങ്ങനെ സുഭാഷ് അണ്ണന്റെ വീട്ടിലെ കല്യാണവും കഴിഞ്ഞു. ഇനി ഇതുപോലെ ഇന്റിമേറ്റ് ആയിട്ടുള്ളൊരു കല്യാണം വരണമെങ്കിൽ കുറെ അധികം വർഷങ്ങൾ കാത്തിരിക്കണം.